Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Happy to see you again. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ആണ്. ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് റിക്വസ്റ്റ് എനിക്കുണ്ട്. പക്ഷെ മാക്സിമം എനിക്ക് ഒരു ദിവസം 2-3 വീഡിയോയിലധികം ചെയ്യാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം എക്സാം ആണെന്ന് പറഞ്ഞൊക്കെ ഞാൻ ആദ്യം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു 1 month എടുക്കും ഇതെല്ലാം ചെയ്യണമെങ്കിൽ. ഒരു ദിവസം 2-3 വീഡിയോ വെച്ചിട്ട് ചെയ്താലും ഓക്കെ. അപ്പൊ ഞാൻ എല്ലാവരുടെ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യും. ഈച്ച് ആൻഡ് എവറി റിക്വസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ മീ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലം. ഓക്കെ ദെൻ ഓക്കെ. അപ്പൊ മാക്സിമം എല്ലാവരും എന്റെ വീഡിയോസ് കാണുകയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ചാനൽ സപ്പോർട്ട് ചെയ്യും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും എല്ലാം ശ്രമിക്കുക. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ എന്താണ് പറയുന്നത്? ഓക്കെ ദെൻ അപ്പൊ ഇതിന് മുമ്പ് ഞാൻ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് കാണണം. എക്സാമിന് ചിലപ്പോൾ അതിന്റെ ഡിഫറൻസ് വരെയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ദെൻ അപ്പൊ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് പ്ലേലിസ്റ്റിലുണ്ട്. അതല്ലെങ്കിൽ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് ബൈ പ്രിയ ഹരിപ്രസാദ് എന്ന് ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ ദെൻ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അപ്പൊ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്താണ് പറയുന്നത്? Traditional theory of cost analyzes the behavior of cost curves both in short run and long run. ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെ അനലൈസ് ചെയ്യാണ്? ശരിക്കും പറഞ്ഞാല് എന്തിനെ വിശകലനം ചെയ്യാണ്? ബിഹേവിയർ ഓഫ് കോസ്റ്റ് കർവ്സ് ബോത്ത് ഇൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലുമുള്ള കോസ്റ്റ് കർവ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യാണ് ഈ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then that is entirely different from modern theory of cost. അതും കൂടെ നിങ്ങൾ എഴുതണം. മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഓക്കെ ഇനി ആൻഡ് ഇവരുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആൻഡ് അറൈവ്സ് അറ്റ് എ കൺക്ലൂഷൻ ദാറ്റ് കോസ്റ്റ് കർവ്സ് ആർ യു ഷേപ്ഡ്. കോസ്റ്റ് കർവ്സ് എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്? യു ഷേപ്പില്. ഷോർട്ട് റൺ ആയിക്കോട്ടെ, ലോങ് റൺ ആയിക്കോട്ടെ, ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ് ആയിക്കോട്ടെ, ലോങ് റൺ കോസ്റ്റ് കർവ്സ് ആയിക്കോട്ടെ, യു ഷേപ്പിലാണ് ഇരിക്കുന്നത്. യു ആണ് അതിന്റെ ഷേപ്പ് എന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്? ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കർവ്സ് ആർ യു ഷേപ്ഡ് ബോത്ത് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ്. ഓക്കെ ഇനി അതിൽ ഒരു വ്യത്യാസമുണ്ട്. ലോങ് റൺ കോസ്റ്റ് കർവ്സിന് പക്ഷെ എന്താണ്? കുറച്ചും കൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള യു ഷേപ്പ് ആയിരിക്കും. ഓക്കെ ലോങ് റൺ കോസ്റ്റ് കർവിന് കുറച്ചും കൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള യു ഷേപ്പ് ആയിരിക്കും. ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് നോക്കിക്കോളൂ. ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ഇറ്റ് അനലൈസസ് ദ ബിഹേവിയർ ഓഫ് കോസ്റ്റ് കർവ്സ് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ and arrives at the conclusion that both short run and long run cost curves are U shaped. അല്ലെ ഇത് എന്തിന്റെ ബിഹേവിയറെ കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്? കോസ്റ്റ് കർവ്സിന്റെ അല്ലെ കോസ്റ്റ് കർവ്സിന്റെ ബിഹേവിയർ വിശകലനം ചെയ്യുകയും എന്താണ് അവർ പറയുന്നത്? അതിനൊരു കൺക്ലൂഷനിൽ എത്തിയത് എന്താണ്? ബോത്ത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് കർവ്സിന് എന്ത് ഷേപ്പാണുള്ളത്? യു ഷേപ്പാണുള്ളത് എന്നാണ് കൺക്ലൂഷനിൽ എത്തുന്നത്. അതേപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് കുറച്ചും കൂടെ എങ്ങനെയായിരിക്കും? ഫ്ലാറ്റർ ആയിരിക്കും ദാൻ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ്. ഷോർട്ട് റൺ കോസ്റ്റ് കർവിനേക്കാളും കുറച്ചും കൂടെ ഫ്ലാറ്റർ ആയിരിക്കും, കുറച്ചും കൂടെ പരന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോങ് റൺ കോസ്റ്റ് കർവ്. ഓക്കെ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് മോഡേൺ തിയറിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് കോസ്റ്റ് കർവ്സിന്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അവർ കൺക്ലൂഷനിൽ എത്തിയത്, ആ തിയറി കൺക്ലൂഷനിൽ എത്തിയത് കോസ്റ്റ് കർവ്സിന് യു ഷേപ്പ് ആണ് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും. ലോങ് റൺ കോസ്റ്റ് കർവിനും ഷോർട്ട് റൺ കോസ്റ്റ് കർവിനും. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്, ലോങ് റൺ കോസ്റ്റ് കർവ് കുറച്ചും കൂടെ ഫ്ലാറ്റർ ആയിരിക്കും, കുറച്ചും കൂടെ പരന്നതായിട്ടുള്ള ഒരു യു ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി എന്റെ റീസൺ കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ എന്ത് എഴുതാൻ കഴിയണം? എന്തുകൊണ്ടാണ് കോസ്റ്റ് കർവ്സിന് യു ഷേപ്പ് വന്നതെന്ന്. അപ്പം ഇനീഷ്യൽ സ്റ്റേജില് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? എങ്ങനെയായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കൂടുതലായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഉള്ളത്. ബിക്കോസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് അല്ലെ, ഫിക്സഡ് കോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ കൂടുതലായിരിക്കും. അപ്പൊ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇങ്ങനെ കൂടി വരും. അങ്ങനെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും കോസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും പതുക്കെ അല്ലേ. അങ്ങനെ ഒരു സർട്ടൻ ലിമിറ്റിലെത്തും, വളരെ ഒരു ഏറ്റവും മിനിമത്തിലെത്തും ഈ കോസ്റ്റ്. അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഒരു മിനിമത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഒരു ലിമിറ്റ് കഴിയാണ്. അങ്ങനെ ലിമിറ്റ് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് എന്ത് ചെയ്യാം? മുകളിലേക്ക് പോവാം. ഇതാണ് ബേസിക് റീസൺ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അല്ലെ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ഔട്ട്പുട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർക്കുള്ള ഈൽഡ് അല്ലെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്. എന്ന് വെച്ചാൽ കോസ്റ്റ് കുറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് മിനിമത്തിൽ എത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന റിട്ടേൺ കുറവാണെന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് കൂടുതലാണ്. മനസ്സിലായോ?
അപ്പം അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റ് എന്താ ചെയ്യണം, കൂടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എന്ത് ഷേപ്പ് കിട്ടുന്നത്, യു ഷേപ്പ് കിട്ടുന്നത്. അപ്പം ഈ ടോപ്പിക് പഠിക്കുമ്പോൾ അതും കൂടെ മനസ്സിലാക്കണം. അതുകൂടാതെ ഞാൻ പ്രീവിയസ് ഡേ യെസ്റ്റർഡേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. SAC SMC അല്ലെങ്കിൽ AC/MC തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതും നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോക്കിയിരിക്കണം, അത് പഠിച്ചിരിക്കണം കേട്ടോ. അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവലില് മിക്കവാറും ചോദിക്കും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SMC ആൻഡ് SAC ഓർ AC ആൻഡ് MC തമ്മിലുള്ള റിലേഷൻഷിപ്പ് മസ്റ്റ് വാച്ച്. ഓക്കെ. അപ്പൊ കോസ്റ്റ് കർവ് യു ഷേപ്പ് ആയിരിക്കുന്നത് ബേസിക്കലി നോർമലി ആദ്യം കൂടുതലായിരിക്കും, പിന്നെ അതിന്റെ ഔട്ട്പുട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറയുകയും ഒരു മിനിമത്തിൽ എത്തുകയും അത് കഴിഞ്ഞ് ആ ഒരു ഔട്ട്പുട്ട് ഒരു ബയോണ്ട് ദ സർട്ടൺ ലെവൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് മുകളിലേക്ക് അഗെയിൻ പോകും. അപ്പൊ ഇവിടെ ആ സമയത്ത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതണം ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കോസ്റ്റും എന്തൊക്കെയാണെന്ന് പഠിക്കാം, അതിന്റെ ഡയഗ്രാംസും പഠിക്കാം. ഇതാണ് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ വരാതെ പഠിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇനി നോക്കിക്കോളൂ ഷോർട്ട് റൺ കോസ്റ്റ്. അപ്പൊ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റില് ഷോർട്ട് റൺ കോസ്റ്റും പഠിക്കണം, ലോങ് റൺ കോസ്റ്റും പഠിക്കണം. അപ്പൊ ആദ്യം ഞാൻ എന്താ ഇവിടെ പറയുന്നത്, ഷോർട്ട് റൺ കോസ്റ്റ് അല്ലെ. നോക്കിക്കോളൂ എന്താണെന്ന്. സോറി, TC ഈസ് ഈക്വൽ ടു, അതായത് ഷോർട്ട് റൺ കോസ്റ്റില് എന്താ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഒരു ഫാക്ടർ എങ്ങനെയായിരിക്കും, വേരിയബിൾ ആയിരിക്കും, മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം ഫിക്സഡ് ആയിരിക്കും ഷോർട്ട് റണ്ണിൽ. ശരിയല്ലേ? ഇൻ ദ ഷോർട്ട് റൺ വൺ ഫാക്ടർ ഈസ് വേരിയബിൾ ഫാക്ടർ അല്ലെ, വൺ ഫാക്ടർ ഈസ് വേരിയബിൾ വൈൽ അതേഴ്സ് ആർ കോൺസ്റ്റന്റ്. ശരിയാണല്ലോ? നമുക്ക് അറിയാമല്ലോ എന്താണ്, ഏത് ഫാക്ടർ ആയിരിക്കും വേരിയബിൾ. ലേബർ എന്ന് പറയുന്ന ഫാക്ടർ വേരിയബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അല്ലെ, ലേബറിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഷോർട്ട് റണ്ണിൽ എത്ര ലേബേഴ്സിനെ മാറ്റാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയും ഷോർട്ട് റണ്ണിൽ. പക്ഷേ ബാക്കിയുള്ള ഫാക്ടേഴ്സ്, ലാൻഡ്, ക്യാപിറ്റൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മെഷീനറീസ് എല്ലാം ഷോർട്ട് റണ്ണിന് ചേഞ്ച് വരുത്താൻ പ്രൊഡ്യൂസർക്ക് കഴിയുമോ? ഇല്ല. അപ്പൊ ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത ആദ്യം മനസ്സിലോർക്കുക, വൺ ഫാക്ടർ മാത്രമാണ് ഇവിടെ എന്താ വേരിയബിൾ, ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണില് എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. കാരണം ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട്, ഒരു വേരിയബിൾ ഫാക്ടറും ഇല്ലേ. അപ്പൊ ഷോർട്ട് റണ്ണില് ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, വേരിയബിൾ ഫാക്ടർ ഉണ്ടാവും. ഈ ഒരു കാര്യം എഴുതുക. അപ്പൊ ഷോർട്ട് റണ്ണില് ഒരു ഫാക്ടർ ഫിക്സഡും ഒരു ഫാക്ടർ വേരിയബിളും മറ്റുള്ള ഫാക്ടേഴ്സ് ഫിക്സഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ഡ്യൂ ടു ദാറ്റ് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവും, അതിനകത്ത് ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. ഈ ഒരു കാര്യം ആദ്യം എഴുതണം. അതിനുശേഷം TC is equal to TFC plus TVC. TC ഷോർട്ട് റണ്ണിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFC plus TVC ആണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ ആഡ് ചെയ്യണം, TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് TC കിട്ടുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, TC കിട്ടുന്നത്. അതറിയാമല്ലോ? ഓക്കെ. ഇനി നോക്കിക്കോളൂ, എന്താണ് TFC എന്ന് പറഞ്ഞാല് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദാറ്റ് ഈസ് ഫിക്സഡ്, that do not vary with output. ഒരിക്കലും അത് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് കൂടുകയോ കുറയോ ചെയ്യാത്ത ഒരു കോസ്റ്റ് ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ ഫിക്സഡ് കോസ്റ്റ്, നമ്മൾ ഇനീഷ്യൽ ആയിട്ട് ചെലവ് വരുത്തില്ലേ, കുറച്ച് ലാൻഡ് എടുക്കുക, കുറച്ച് എന്താ പറയാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള ആദ്യത്തെ ചെലവുകൾ ഉണ്ടല്ലോ, അതാണ് ഫിക്സഡ് കോസ്റ്റ്. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് കൂടുന്നതിനോ കുറയുന്നതിനനുസരിച്ച് മാറില്ല. അപ്പൊ ദാറ്റ് റിമെയിൻസ് ഫിക്സഡ്. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് കോസ്റ്റ് എന്ന് പേര് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് വാരി വിത്ത് ഔട്ട്പുട്ട്. ഒരിക്കലും ഔട്ട്പുട്ടിനനുസരിച്ച് മാറില്ല. അത് എപ്പോഴും ഔട്ട്പുട്ട് എത്രയാണോ അതിനനുസരിച്ച് മാറുകയൊന്നുമില്ല. അതൊരു ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ തുടക്കത്തിൽ വരുന്ന കോസ്റ്റ് ആണ് ഈ പറയുന്നത് അല്ലെ. ശരിയല്ല, അത് എന്തായാലും മസ്റ്റും ആണ് അല്ലെ. ഓക്കെ. അപ്പം അതാണത്. അപ്പൊ അതാണ് എന്താ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇനി അതിന്റെ കർവ് നോക്കിക്കോളൂ. ഇതാണ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ്. TFC കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ്. OX ആക്സിസിന് പാരലൽ സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും TFC. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ഒരു റേറ്റിൽ ഇവിടെ തുടങ്ങും. ഒരിക്കലും 0 എന്നൊന്നല്ല തുടങ്ങും, ഒരു റേറ്റിൽ ഇവിടെ ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ കിടക്കും. എത്ര ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഷോർട്ട് റണ്ണിൽ ഈ ഫിക്സഡ് കോസ്റ്റ് ഇങ്ങനെ തന്നെ കിടക്കും അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെലവ് ചെയ്തോ അത് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ ചെലവാക്കിയത് അങ്ങനെ തന്നെ ഉണ്ട് അല്ലെ. അത് കുറയ്ക്കാനും നമുക്ക് പറ്റുമോ, പിന്നെ അത് കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ, അതിനേക്കാളും കൂടുമോ ഫിക്സഡ് കോസ്റ്റ്? ഇല്ല. മനസ്സിലായോ? അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു OX ആക്സിസ്. ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ കർവ്. കൺഫ്യൂഷൻ വരണ്ട, എനിക്ക് സ്പേസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ. TFC കർവ് ഇതാണ്, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല്
ഒരു ഫേമിന്റെ ഫിക്സഡ് കോസ്റ്റ് ആണ്, അത് ഔട്ട്പുട്ടിനനുസരിച്ച് മാറില്ല അല്ലെ. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ആ കോസ്റ്റ് ഉണ്ട്, ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് അവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അതിന്റെ കർവ് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ഈ ടോട്ടൽ കോസ്റ്റിലെ TFC പഠിച്ചു. ഇനി TVC എന്താണെന്ന് നോക്കിക്കോളൂ. TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരീസ് വിത്ത് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിനനുസരിച്ച് മാറും. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എപ്പോഴും ഔട്ട്പുട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. സ്പെഷ്യലി ഈ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയല്ലേ നമ്മൾ റോ മെറ്റീരിയൽസ് എടുക്കുക. അപ്പം ഔട്ട്പുട്ട് കൂടുന്തോറും ഈ റോ മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ എടുക്കുമല്ലോ. അപ്പം ഇതിന്റെ കോസ്റ്റ്, ഈ വേരിയബിൾ കോസ്റ്റും കൂടി വരും അല്ല. അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ ആ വേരിയബിൾ കോസ്റ്റ് അവിടെ ഇല്ല. ശരിയാണോ? ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ വേരിയബിൾ കോസ്റ്റ് വാരി വിത്ത് ഔട്ട്പുട്ട്, എസ്പെഷ്യലി റോ മെറ്റീരിയൽസിനൊക്കെ വരുന്ന കോസ്റ്റ് ആണത്. അത് ഔട്ട്പുട്ട് വെൻ ഔട്ട്പുട്ട് ഈസ് 0 വേരിയബിൾ കോസ്റ്റ് വിൽ ബി 0. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അവിടെ ഇല്ല. മനസ്സിലായോ? വിഭേദക ചെലവെന്നാണ് മലയാളത്തിൽ പറയാം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ TVCയുടെ കർവ്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. TVCയുടെ കർവ് സ്റ്റാർട്ട്സ് ഫ്രം 0. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? വെൻ ഔട്ട്പുട്ട് ഈസ് 0 TVC വിൽ ബി 0. വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ TVC ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ പതുക്കെ പോകുന്നു. ചിലപ്പോൾ കുറച്ച് കൂടും കുറയും അല്ലെ. എന്നിട്ട് അതെന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. മനസ്സിലായോ? അപ്പൊ TVC എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ ഇവിടെ എന്തൊക്കെയാണോ ചേഞ്ച് വരുന്നത് അതിനനുസരിച്ചിട്ട് ഈ TVCയും പോകും. അപ്പൊ വാരീസ് വിത്ത് ഔട്ട്പുട്ട്, ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും പോകും. ഇനി ഇവിടെ എത്തുമ്പോൾ കുറച്ചൊരു മിനിമം ആവും. മനസ്സിലായോ? അതെന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരു മിനിമം എത്തുമല്ലോ, ഒരു അഡ്വാൻറ്റേജസ് കിട്ടുമല്ലോ പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന്. അതെത്തും. അതാണ് ഇവിടെ ഒരു ചെറിയൊരു ഒടിവ് പോലെ. അങ്ങനെ മിനിമം എത്തും. അതിനുശേഷം വീണ്ടും ഒരു സർട്ടൺ ലെവൽ കഴിയുമ്പോൾ വീണ്ടും ഔട്ട്പുട്ട് കൂടുന്തോറും വീണ്ടും എഗെയിൻ എന്ത് കൂടും? TVC കൂടും. ഓക്കെ. അപ്പം ഒരു ഇൻവേർട്ടഡ് S ഷേപ്പ് ആണ് എന്തിനു വരിക? TVCക്ക്. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഇൻവേർട്ടഡ് S ഷേപ്പ് ആണ്. തിരിച്ചിടില്ലേ S? അങ്ങനെ കണ്ടോ, ഏകദേശം ഇങ്ങനെ 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 തിരിച്ചിടില്ലേ? അങ്ങനെ ഒരു ഷേപ്പ് ആണ് വരുന്നത്. അതിന്റെ കാരണം എന്താണ്? ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് മാറുന്നത്. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു മിനിമം ലെവലിൽ എത്തുമ്പോൾ, അതായത് ഒരു മിനിമം എത്തും, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാനാണ് സാധ്യത? കൂടാനാണ് സാധ്യത. ആ മിനിമം എത്തുമ്പോഴാണ് ഈ ഒരു ഒടിവ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പൊ TVC കർവിന്റെ ഷേപ്പ് ഇൻവേർട്ടഡ് S ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കും കേട്ടോ. TVCയുടെ ഷേപ്പ് ഇൻവേർട്ടഡ് S, TFC സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു OX ആക്സിസ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നോക്കൂ, ഇനി ടോട്ടൽ കോസ്റ്റിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കിട്ടാൻ TFCയും TVCയും ആഡ് ചെയ്താൽ മതി. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് Q ആണ്, ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. മൊത്തത്തിൽ ഔട്ട്പുട്ടിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. ഔട്ട്പുട്ട് എന്തൊക്കെ ഉണ്ടാവുന്നു അതിനനുസരിച്ച് എന്തുണ്ടാവും? ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് വരും. ഇനി TFC കണ്ടുപിടിക്കാൻ നമുക്ക് TVC മൈനസ് TC ചെയ്യാം. അതായത് TVC ഈ TFC ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ TVC മാത്രം കിടക്കും. അപ്പൊ TFC ഇസ് ഈക്വൽ ടു ഈ TVC മൈനസ് ഈ പ്ലസ് TC ഇങ്ങോട്ട് വരുമ്പോ മൈനസ് TC അല്ലേ. TFC ഇസ് ഈക്വൽ ടു TVC മൈനസ് TC. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി വല്ല ടേബിളോ വല്ല കൺസ്ട്രക്ട് ചെയ്യാനുണ്ടെങ്കിൽ. ഇനി TVC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? TVC ഇസ് ഈക്വൽ ടു TC മൈനസ് TFC. ഈ TC ഇവിടെ നിർത്തിയിട്ട് എന്താണ് ഈ TFC അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? TVC ഇസ് ഈക്വൽ ടു TC മൈനസ് TFC. ശരിയാണല്ലോ? ഓക്കെ, ഇത്രയും കാര്യം ഓർമ്മ വെക്കാം. ഇനി നമ്മൾ 3 കർവും കൂടെ ഒരു ഡയഗ്രത്തിൽ പഠിക്കുകയാണ്. ഏതെല്ലാം? TC, TFC ആൻഡ് TVC. ഷോർട്ട് റൺ കോസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. കൺഫ്യൂഷൻ വരരുത്. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ X ആക്സിസിൽ ഔട്ട്പുട്ട്, X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ എന്താണ്? ഔട്ട്പുട്ട്. Y ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? കോസ്റ്റ് ആണ് അല്ലെ. കോസ്റ്റ് ആണ് മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം ഓൾറെഡി TFC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അല്ലെ, റിമെയിൻ ഫിക്സഡ് ആണത്. അതുപോലെ TVC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? TVC ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. അതേപോലെ TC. അപ്പൊ TC എങ്ങനെയായിരിക്കും പോകുന്നത്? ഇത് രണ്ടും എങ്ങനെയാണോ അതിനനുസരിച്ച് പോകും. അപ്പൊ അതായത് ഈ വേരിയബിൾ കോസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും TCയിലുള്ള ചേഞ്ച്. കാരണം ഓൾറെഡി ഫിക്സഡ് കോസ്റ്റ് അവിടെ ഫിക്സഡ് ആയിട്ടുണ്ട്, അത് TCക്കകത്തുണ്ട്. ഇനി എങ്ങനെയാണ് ഈ TVCയിൽ എന്തെല്ലാം ചേഞ്ച് വരുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ കൂടെ തന്നെയായിരിക്കും ആര് പോവാ? TC ടോട്ടൽ കോസ്റ്റ് പോവാ. ശരിയല്ലേ? അപ്പം ഫിക്സഡ് കോസ്റ്റ് പ്ലസ്, അപ്പൊ എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്നുമാണ് ഈ ടോട്ടൽ കോസ്റ്റ് തുടങ്ങുന്നത്. ഒരിക്കലും ടോട്ടൽ കോസ്റ്റ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം എന്താ? ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പം അതിന്റെ ഒപ്പം തുടങ്ങും എന്ന് വെച്ചാൽ അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് ഒരു ഫേമിന്റെ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് എങ്ങനെയാക്കിയാണോ പോകുന്നത് അതേപോലെ തന്നെ ആരും പോകും? ടോട്ടൽ കോസ്റ്റ് പോകും. മനസ്സിലായോ? അപ്പം ഇതാണ് ആ 3 കൂടിയുള്ള ഡയഗ്രാം. TFC, TVC ആൻഡ് TC. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കോളൂ. ഷോർട്ട് റൺ കോസ്റ്റിൽ എന്താ പഠിക്കാനുള്ളത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്.
എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടാനായിട്ട് AFC ഈസ് ഈക്വൽ ടു TFC ബൈ Q. അതായത് AFC കിട്ടാൻ TFC ബൈ Q നമുക്ക് അറിയാം അല്ലെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. Then that is greater than 0. അത് എന്തിനേക്കാളും വലുതായിരിക്കും? സീറോനേക്കാളും വലുതായിരിക്കും. എപ്പോഴും ഒരിക്കലും സീറോ ആവില്ല ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. കാരണം എന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സീറോ ആവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ഒരിക്കലും എന്താവുന്നില്ല? സീറോ ആവുന്നില്ല. ഇനി നോക്കിക്കോൾ, ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും ഇവിടെ എന്താ വരിക? ഇൻഫിനിറ്റി ആണ് വരിക. TFC ബൈ സീറോ ചെയ്താൽ എന്താ? ഇൻഫിനിറ്റി ആണ് വരിക. അത് ഒരിക്കലും സീറോ ആവുന്നില്ല. ശരിയല്ലേ? ഓക്കെ. ഇനി ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. നോക്കൂ ഇതാ ഇവിടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. സ്പേസിന്റെ പ്രോബ്ലം കൊണ്ടാണ്. നോക്കിക്കോളൂ, എക്സ് ആക്സിസിലെ ഔട്ട്പുട്ട്, വൈ ആക്സിസിലെ കോസ്റ്റ്. ഓക്കെ, അതെന്താ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് നോക്കൂ. ഇത് എന്താണ്? റെക്ടാങ്കുലറിന്റെ ഷേപ്പിലുള്ള ഒരു ഹൈപ്പർബോളയാണ് അല്ലെ. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. എന്താ കിട്ടിയിരിക്കുന്നത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്തിനനുസരിച്ചിട്ടായിരിക്കും നീങ്ങുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനനുസരിച്ചിട്ടും ഔട്ട്പുട്ടിനനുസരിച്ചും. അപ്പൊ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പതുക്കെ കുറഞ്ഞു വരില്ലേ? ശരിയാണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്ന ആ ഷേപ്പ് എന്തിനു കിട്ടിയത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് കിട്ടിയത് അല്ലെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഓരോ ലെവൽ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്നതോറും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതോറും ഔട്ട്പുട്ട് ഇങ്ങനെ കൂടുന്നതോറും ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പതുക്കെ കുറയും. ശരിയാണോ? ഓക്കെ. ഇനി നോക്കിക്കോളൂ. അപ്പം നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പഠിച്ചു. അത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അതിന്റെ ഷേപ്പ് ഓർത്ത് വെക്കുക. അതാണ് ഡയഗ്രാം കേട്ടോ, AFCയുടെ. ഇനി നോക്കിക്കോളൂ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് നമുക്കറിയാം. ആവറേജ് ABC ഈസ് ഈക്വൽ ടു TVC ബൈ Q. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടാൻ TVC ബൈ Q ചെയ്താൽ മതി. ആണല്ലോ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവറേജ് ഒക്കെ കാണാൻ അറിയാമല്ലോ. ഓക്കെ. ഇനി നോക്കിക്കോളൂ, ഇനി നമ്മളെ AC ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? AFC പ്ലസ് AC. ശരിയല്ലേ? ഈ AFCയും അതേപോലെ തന്നെ ABCയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും. ഇവിടെ TFCയും TVCയും കൂട്ടിയപ്പോ TC കിട്ടിയില്ല. അതേപോലെ AC കിട്ടാൻ AFCയും ABCയും ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി നമ്മൾ പഠിച്ചു നോർമലി എന്താണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്സിനൊക്കെ എന്ത് ഷേപ്പാണ്? U ഷേപ്പ് ആണ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന് എന്ത് ഷേപ്പാണ്? U ഷേപ്പ്. അപ്പൊ സ്പെഷ്യലി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന് U ഷേപ്പാണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു, ഇനി പറയണ്ടല്ലോ. ഓക്കെ. ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തുടക്കത്തിൽ കോസ്റ്റ് കൂടുതൽ, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതോറും കോസ്റ്റ് കുറയുകയും ഒരു മിനിമത്തിൽ എത്തുകയും ആ മിനിമം കഴിഞ്ഞ് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുന്നു. ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ U ഷേപ്പ് കിട്ടിയെന്ന് പഠിച്ചല്ലോ. ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കോളൂ, AC ആവറേജ് കോസ്റ്റ് കർവ്സ് വരയ്ക്കുകയാണ്. ആക്ച്വലി ഈ ആവറേജ് കോസ്റ്റ് കർവ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? നമ്മള് ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൽ നിന്നുമാണ് ആവറേജ് കോസ്റ്റ് കർവ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൽ നിന്നുമാണ് എന്ത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ആവറേജ് കോസ്റ്റ് കർവ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം രണ്ടും ഏകദേശം എന്ത് തന്നെയാണ് വരിക? സെയിം ആണ്. ഏതെല്ലാം? ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും രണ്ടും അതിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഇത് U ഷേപ്പ് ആണ്. നോർമലി നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ കോസ്റ്റ് കൂടുതലും ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതോറും കോസ്റ്റ് കുറഞ്ഞു വരുന്നു, ഒരു മിനിമം എത്തുന്നു. അപ്പൊ ഔട്ട്പുട്ട് നോക്കി ഒരു മാക്സിമം ലെവലാക്കി അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുകയും എന്താണ് കോസ്റ്റ് കൂടുകയും ചെയ്യുന്നു. ശരിയല്ലേ? അപ്പം ഇതാണ് SAC കർവ് എന്ന് പറയുന്നത്. U ഷേപ്പ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് അല്ലെങ്കിൽ AC കർവ് that is derived from SAVC എന്ന് വെച്ചാൽ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് ഈ AC കർവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനും എന്ത് തന്നെയാണ് ഷേപ്പ്? U ഷേപ്പ് ആണ്. സെയിം ഇത് തന്നെ നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ. മനസ്സിലായല്ലോ? അതിന് വലിയ വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം വരയ്ക്കാതെ. ഇതാണ്ടോ SAVC ഞാൻ ചെറുതായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണെന്ന് വെച്ചാൽ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് MC മാർജിനൽ കോസ്റ്റ്? ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞത്? അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനും അഡീഷണൽ ആയിട്ടാണ് എന്ത് വരുന്നത്? മാർജിനൽ കോസ്റ്റ് വരുന്നത് അല്ലെ. ടോട്ടൽ കോസ്റ്റിനും അഡീഷണൽ ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സ്റ്റേജിൽ എത്ര ടോട്ടൽ കോസ്റ്റ് ഉണ്ടായി, പ്രീവിയസ് സ്റ്റേജിൽ എത്ര ടോട്ടൽ കോസ്റ്റ് ഉണ്ടായി, അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ കോസ്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ച് വരുന്നു ആ ചേഞ്ച് മാത്രമാണ്
എന്തെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് അഡീഷൻ ടു ടോട്ടൽ. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ. ടോട്ടലിന് അഡീഷണൽ ആയിട്ട് എന്ത് വരുന്നു അത് മാർജിനൽ ആണല്ലോ. ഓക്കെ, ഇനി ആ മാർജിനൽ കോസ്റ്റ് കർവും ഷോർട്ട് റണ്ണിൽ എന്ത് ഷേപ്പ് ആണ്? യു ഷേപ്പ് ആണ്. അതും ഇതിന്റെ റീസൺ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ മാർജിനൽ കോസ്റ്റ് കർവും ഞാൻ വേറെ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും എന്ത് തന്നെയാണ്? യു ഷേപ്പ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ റിലേഷൻ SACയും SMCയും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു, വീഡിയോ ഉണ്ട്, അത് കാണണം. ഇനി നമുക്ക് ഈ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാ ഓർഡർ പ്രകാരം എഴുതി. MC-യുടെ കാര്യവും നിങ്ങളൊന്ന് ആഡ് ചെയ്യുക കേട്ടോ. MC മാർജിനൽ കോസ്റ്റ് അതെന്താണ്? അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റിനും എക്സ്ട്രാ വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അതും യു ഷേപ്പ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതും കൂടെ നിങ്ങളൊന്ന് എഴുതണം. അതിനുശേഷം നമ്മൾ എഴുതേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ലോങ് റൺ കോസ്റ്റ് കർവ്സ്. അപ്പൊ ഇത്രയും ആയപ്പോ ഷോർട്ട് റൺ കോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് എഴുതണം? ലോങ് റൺ കോസ്റ്റ് കർവ്സിനെ എഴുതണം. അപ്പം ട്രഡീഷണൽ തിയറി പ്രകാരം ലോങ് റൺ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എൻവലപ്പ് കർവ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് എൻവലപ്പ് കർവ്? ഈ ഷോർട്ട് റൺ കോസ്റ്റുകൾ എത്ര ഷോർട്ട് റൺ കോസ്റ്റുകൾ ഉണ്ട്, കർവ് ഉണ്ടോ, അതിനെല്ലാം ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെല്ലാം കവർ ചെയ്ത് കിട്ടുന്നതാണ്. എൻവലപ്പ് പറഞ്ഞാൽ നമുക്കറിയില്ല, കവർ ചെയ്യുക അല്ലെ, അങ്ങനെ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന് എൻവലപ്പ് കർവ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കുറച്ചും കൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള യു ഷേപ്പ് ആയിരിക്കും ആർക്കുള്ളത്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനുള്ളത്. അക്കോർഡിംഗ് ടു വിച്ച് തിയറി? അക്കോർഡിംഗ് ടു ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്. അത് പ്രത്യേകം ഓർമ്മ വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ അത് കാണണം. ഞാൻ അത് എന്ത് ചെയ്യാം? ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല എങ്കിൽ ഡെറിവേഷൻ ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ബൈ പ്രിയ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അപ്പം ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ശേഷം എഴുതേണ്ടത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആണ്. അപ്പൊ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ തിയറി പ്രകാരം അതിന്റെ കർവ്സിനും യു ഷേപ്പ് ആണ്, ഫ്ലാറ്റർ ആയിട്ടുള്ള യു ഷേപ്പ് ആണ്, എൻവലപ്പ് കർവ് ആണ്. അതിന്റെ കാരണം ഒരുപാട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്സ് ഒരുപാട് വരുമല്ലോ ലോങ് റൺ ആവുമ്പോൾ, അതിനെല്ലാം എൻവലപ്പ് ചെയ്ത് കിട്ടിയതാണെന്നുള്ള കാര്യം എഴുതണം. ആ ഒരു തിയറി നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പൊ ഞാൻ ബേസ് പറഞ്ഞു തന്നു, അത് നല്ലോണം കിട്ടാനായിട്ടും ആ ഡയഗ്രാം നോക്കാനായിട്ടും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും എളുപ്പത്തിൽ. അപ്പം അതൊന്ന് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അതിന്റെ ലിങ്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം അതും കൂടെ എഴുതി അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്താൽ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് കംപ്ലീറ്റ് ആവും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ മാക്സിമം 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കൺഫ്യൂഷൻ വരാതെ നോക്കുക. സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ എത്ര സിമ്പിൾ ആക്കി പറയാൻ പറ്റും അത്രയും പറഞ്ഞിട്ടുണ്ട്. ഡയഗ്രാംസ് ഒന്നും കൺഫ്യൂഷൻ വരാതെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട്സിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതൊന്ന് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.